LKG, UKG, 1ാം ക്ലാസ്, 2ാം ക്ലാസ് പ്രായത്തിലാണ് കുട്ടികൾ ആദ്യമായി ഭാഷകൾ പഠിക്കുന്നത്. ആദ്യമായി ഒരു ഭാഷ പഠിക്കുമ്പോൾ അതിലെ അക്ഷരങ്ങൾ തമ്മിലുള്ള ആശയക്കുഴപ്പങ്ങൾ കുട്ടികളിൽ സ്വാഭാവികമാണ്. അക്ഷരങ്ങൾ എഴുതുന്നതിന് ബുദ്ധിമുട്ട് വരിക, പഠിച്ചെടുക്കുന്നതിന് കാലതാമസം വരിക, എഴുതുമ്പോൾ പരസ്പരം മാറിപ്പോവുക, മിറർ റൈറ്റിംഗ് പോലെ കണ്ണാടിയിൽ കാണുന്ന പ്രതിഫലനം പോലെ കുട്ടികൾ എഴുതി ശീലിക്കുക, ഇവയെല്ലാം കാണുമ്പോൾ കുട്ടികളിൽ എന്തോ പഠന വൈകല്യമോ മറ്റോ ആണെന്ന് കരുതി പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ ചെയ്യാവുന്ന ചില പരിശീലന മാർഗങ്ങൾ കുട്ടികൾക്ക് നൽകുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിക്കും. അതിനായുള്ളൊരു മാർഗമാണ് ലെറ്റർ ക്യാൻസലേഷൻ ടാസ്ക്. ലെറ്റർ ക്യാൻസലേഷൻ ടാസ്ക് ചെയ്യുന്നതിനായി ഒരു പത്രമെടുക്കുക. ഏതു ഭാഷയാണോ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഉദാഹരണത്തിന് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ആ ലാംഗ്വേജിലുള്ള പത്രമെടുക്കുക. അതിലേതെങ്കിലും ഒരു കോളം സെലക്ട് ചെയ്ത് ഒരക്ഷരം തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് ടി എന്നുള്ള അക്ഷരം, അല്ലെങ്കിൽ മലയാളത്തിൽ ക എന്നുള്ള ഒരു അക്ഷരം. ആ ഒരു കോളത്തിൽ എത്ര ടി ഉണ്ട് അഥവാ എത്ര കായുണ്ട് എന്നത് കണ്ടെത്തി തിരഞ്ഞെടുത്ത് കട്ട് ചെയ്യുക. ഇടത്തുനിന്ന് വലത്തേക്ക് എഴുതുന്ന ഒരു രീതിയാണ് നമ്മുടേത്. ആ ഒരു എഴുത്തിന് ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ അക്ഷരങ്ങൾ സ്കാൻ ചെയ്ത് കട്ട് ചെയ്ത് താഴോട്ട് പോവുക. കട്ട് ചെയ്ത് തീർന്നതിന് ശേഷം അതിന് ഒരു സ്കോറിംഗ് രീതിയുണ്ട്. ഉദാഹരണത്തിന് ടി എന്ന അക്ഷരമാണ് കട്ട് ചെയ്തതെങ്കിൽ അതിൽ എത്ര ടി ശരിയായി കട്ട് ചെയ്തു, കറക്റ്റ് ക്യാൻസലേഷൻസ്. അതിൽ എത്ര ടി ആണ് വിട്ടുപോയിട്ടുള്ളത്, ഒമിഷൻസ്. എത്ര അക്ഷരങ്ങളാണ് ടിക്ക് പകരം ടി എന്ന് കരുതി അല്ലെങ്കിൽ മാറി വെട്ടിപ്പോയിട്ടുള്ളത്, അതാണ് റോങ് ക്യാൻസലേഷൻസ്. ഇത് മൂന്നും നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തേണ്ടതാണ്. ഇനി നമുക്കിത് സ്കോർ ചെയ്യാം. എത്ര അക്ഷരങ്ങൾ കൃത്യമായി കട്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. കറക്റ്റ് ക്യാൻസലേഷൻസ്. ഇനി എത്ര എണ്ണം വിട്ടുപോയിട്ടുണ്ടെന്ന് നോക്കാം. ഒമിഷൻസ്. ഇനി ടിക്ക് പകരം മറ്റേതെങ്കിലും അക്ഷരം തെറ്റി, എഫോ എച്ചോ മറ്റേതെങ്കിലും അക്ഷരം കട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഒന്നും തന്നെയില്ല. റോങ് ക്യാൻസലേഷൻസ്. ഇത് പോകെ പോകെ കറക്റ്റ് ക്യാൻസലേഷൻസ് കൂടി വരികയും റോങ് ക്യാൻസലേഷൻസും ഒമിഷൻസും കുറഞ്ഞു വരികയും വേണം. അക്ഷരങ്ങൾ ഓരോ ദിവസവും ഓരോന്ന് വീതം കൊടുക്കാം. 6 ആഴ്ച കൂടുന്തോറും അക്ഷരങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസം വരുത്താം. 2 അക്ഷരങ്ങൾ ഒരുമിച്ച് കൊടുക്കാം. സാദൃശ്യം ഉള്ള 2 അക്ഷരങ്ങളും സാദൃശ്യം പരസ്പരം ഇല്ലാത്ത 2 അക്ഷരങ്ങളും കൊടുക്കാം. സാദൃശ്യമുള്ള അക്ഷരങ്ങൾ കൊടുക്കുന്തോറും ഈ ടാസ്കിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ കൂടി വരുന്നു. ഉദാഹരണത്തിന് ടിയും എഫും. നേരെ മറിച്ച് സാദൃശ്യമില്ലാത്ത അക്ഷരങ്ങൾ ടിയും എയും, അത് കുട്ടികൾക്ക് താരതമ്യേന എളുപ്പമായിരിക്കും. അപ്പോൾ ഡിഫിക്കൽട്ടി ലെവല് ദിവസം ചെല്ലുന്തോറും കൂട്ടി കൊണ്ടുവരിക.